ഇപ്പോൾ സംവിധായിക ശ്രീമതി അഞ്ജലി മേനോൻ ടെലിഫോണിലുണ്ട്. ശ്രീമതി അഞ്ജലി മേനോൻ, മലയാള സിനിമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ, അതിലേറ്റവും പുതുതായി വരികയാണ് ഇപ്പോൾ ഈ ലഹരി ഉപയോഗത്തിന്റെ വെളിപ്പെടുത്തലും ആ നടൻ പരിശോധനയ്ക്കിടെ ഓടിപ്പോകുന്നതുമൊക്കെ. ഇതൊരു സംവിധായകൻ എന്ന നിലയിൽ മലയാള സിനിമയിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ തിരുത്തലിലേക്ക് പോകുമെന്നാണ് ഫിലിം ചേംബറും ഒക്കെ പറയുന്നത്. കർശനമായ നടപടികൾ ഉണ്ടാകും. ഈ പരാതിയുമായി രംഗത്ത് വന്ന നടിക്ക് എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്നൊക്കെയാണ് ഫിലിം ചേംബറും അമ്മയും ഒക്കെ വ്യക്തമാക്കുന്നത്. ആ വാക്കുകൾക്ക് എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ശ്രീമതി അഞ്ജലി മേനോൻ? ഇത് ഒരു ഒറ്റപ്പെട്ട ഇൻസിഡന്റ് അല്ല. ഓക്കെ, ഈ പെൺകുട്ടി ഇത് പറയാനുള്ള ധൈര്യം കാണിച്ചത് വളരെ വലിയ കാര്യമാണ്. അപ്പോ അതിൽ എന്തായാലും അന്വേഷണം ഉണ്ടാവും, തുടർന്ന് നടപടികളൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കാം. പക്ഷെ ഇങ്ങനെ പറയാൻ ധൈര്യമില്ലാത്ത എത്രയോ പേര് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് എത്രയോ സെറ്റുകളിൽ നടക്കുന്നതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അപ്പൊ ഇങ്ങനെ ഒരാൾ കംപ്ലൈന്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഇതിനു വേണ്ടി ഉൾക്കൊള്ളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിലൊരു സിസ്റ്റമിക് ചേഞ്ചാണ് ആവശ്യമുള്ളത്. ഏതൊരു വർക്ക് പ്ലേസിലും ഉള്ള ഒരു റെസ്പെക്റ്റും ഒരു ഡിസിപ്ലിനും ഒക്കെ ഒരു ഫിലിം സെറ്റിലും നമുക്ക് ആവശ്യമാണ്. ആൻഡ് ഫിലിം സെറ്റിൽ മാത്രമല്ല, നമ്മളിപ്പോ ഒരു സിനിമ സെറ്റിലുള്ള അനുഭവത്തിൽ മാത്രം പറയരുത്. ഫിലിമിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ തീർന്ന് മാർക്കറ്റിംഗ് എത്തുന്നത് വരെ അതൊരു ജോലി സ്ഥലമാണ്. ഇങ്ങനെ ഒരു ജോലി സ്ഥലത്ത് വേണ്ട ഡിസിപ്ലിൻ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുണ്ടോ? ഇത്രയും രീതിയിൽ ഒരു റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യാതെ നിയമം ലംഘിക്കുന്ന ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. ഇത് എന്തുകൊണ്ടാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ അതിനൊരു പ്രചോദനം നൽകുന്നത്? ഇത് ശരിക്കും നന്നായിട്ട് ചർച്ച ചെയ്ത് ഇതിനുള്ളൊരു സിസ്റ്റം കറക്ഷൻ ആണ് വേണ്ടത്. അല്ലാതെ നമ്മളൊരു കംപ്ലൈന്റ് ഉയരുമ്പം എല്ലാവരും മീഡിയക്കാരാണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ഇൻഡസ്ട്രിയിലെ ആൾക്കാരാണെങ്കിലും ഞങ്ങൾ ഇപ്പൊ റെഡി ആയിട്ട് ആക്ഷൻ എടുക്കുന്നു പറഞ്ഞ ഒരു കാര്യമില്ല. ഇതൊന്നും ആരും അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇവിടെ സിസ്റ്റമിക് കറക്ഷന്റെ നന്നായിട്ട് ആവശ്യമുണ്ട്. അതോറിറ്റീസ് ഇങ്ങനെ കംപ്ലൈന്റ്സ് വന്നാലേ ഞങ്ങൾ ആക്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. ഇറ്റ് ഇസ് വേ ടു പ്രെവലന്റ്. ഇതിനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ജോലി എടുക്കുമ്പോൾ, ഇപ്പൊ ഏതൊരു ജോലി സ്ഥാപനത്തിൽ ഒരു ഓഫീസിലാണെങ്കിലും നമ്മൾ സമ്മതിക്കില്ലല്ലോ ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ. പോരാത്തതിന് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറെ കൂടുതൽ വൾനറബിൾ ആണ്. ഇപ്പൊ ഇന്നാണ് ഒരു ഡോക്ടർ റേപ്പ് കേസ് ഉണ്ടായിരുന്നു കാൽക്കട്ടയിൽ. അപ്പൊ ഒരുപാട് ചർച്ചകൾ ഉയർന്നു. ഡോക്ടേഴ്സ് വളരെ ഒരു വൾനറബിൾ കൂട്ടമാണ്. എന്തുകൊണ്ട് അവരുടെ ജോലി സമയങ്ങളും അവർ ഇടപെടുന്ന ആൾക്കാരൊക്കെ ഒരുപാട് വേരിയബിൾസ് നിൽക്കുന്ന ഒരു സ്പേസ് ആണ് അത്. സോ ദേ ആർ മോർ വൾനറബിൾ. സിമിലർലി ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ജോലി സ്ഥലമല്ല ഉള്ളത്, അതേപോലെ ഒരു ജോലി സമയമല്ല ഉള്ളത്. പല സ്ഥലത്തും പല സമയങ്ങളിലും പ്രവർത്തിക്കേണ്ട വ്യക്തികളാണ് സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ സിസ്റ്റം ഹാസ് ടു ബി ദാറ്റ് മച്ച് സ്ട്രോങ്. വൾനറബിൾ ആയിട്ടുള്ള ഒരു കൂട്ടമാണെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് അതെല്ലാം പാലിക്കേണ്ട കാര്യമുണ്ട്. ശ്രീമതി അഞ്ജലി മേനോൻ, ഇപ്പൊ ഈ സിസ്റ്റമിക് കറക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു കാര്യം, ഈ ഇത്തരത്തിൽ നിരവധി പരാതികളിൽ പെടുന്നു, അല്ലെങ്കിൽ കേസുകളിൽ പെടുന്നു, അല്ലെങ്കിൽ ഈ നിരന്തരമായ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പെടുന്നു. അങ്ങനെയുള്ള സാങ്കേതിക വിദഗ്ധരായാലും നടീനടന്മാരായാലും അവരെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം എന്നുള്ള ആവശ്യം ഉണ്ടോ? വാട്ട് ഐ വുഡ് സേ ഇസ്, ഏതൊരു വ്യക്തിയെ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ അവര് നിയമം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുമ്പം അവരുടെ ആ നിയമലംഘനത്തിന്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലെ എംപ്ലോയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ്. നമ്മുടെ ഓഫീസിലെ ഒരാള് നിയമം ലംഘിച്ചുകൊണ്ട് ആണ് ആ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന്റെ ഒരു പങ്ക് നമുക്കും വരുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവോടെ വേണം നമ്മൾ അവരായിട്ട് വർക്ക് ചെയ്യാൻ. ഓക്കെ, അല്ലാതെ ഇത് എല്ലാ സമയത്തും സ്മോൾ നെയിംസ് വിൽ ഗെറ്റ് പിക്ഡ് അപ്പ് ഈസിലി. പക്ഷെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ഒരേ യാഡ് സ്റ്റിക്ക് ആണ് വേണ്ടത്. ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ ആദ്യം നടപ്പിലാക്കുകയാണെങ്കിൽ തന്നെ ഉറപ്പായിട്ടും കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരും. ബിക്കോസ് ഇത് ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെയൊന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഞങ്ങളൊക്കെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. ഇപ്പൊ നമ്മളൊരു സെറ്റിൽ പ്രവർത്തിക്കുമ്പോൾ കഴിയുന്നത്ര അതൊരു സേഫ് ആൻഡ് സെക്യൂർ സ്പേസ് ആവണം തന്നെയാണല്ലോ ആഗ്രഹിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടണം, അത് സോൾവ് ചെയ്യണം, കറക്റ്റ്. പക്ഷെ ആദ്യം തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ടാകുമ്പോൾ ഒരു പ്രൊഡ്യൂസർ പറയാണ്, ഇന്ന രീതിയിലാണ് എനിക്ക് പ്രവർത്തിക്കാൻ താല്പര്യം, ഇതായിരിക്കണം നമ്മുടെ ജോലി സ്ഥലത്തെ സംസ്കാരം എന്ന് വളരെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ നിയമലംഘനം നടത്തുന്ന ആൾക്കാര് അതിലേക്ക് വരികയേ ഇല്ല.
ഇപ്പോ ഇതൊരു ശ്രീമതി അഞ്ജലി മേനോൻ organized function കഴിഞ്ഞ അല്ല. ഇത് നമ്മള് പെട്ടെന്ന് കഴിഞ്ഞ 10 ഉണ്ടാവുന്നതല്ല. വർഷത്തിലേറെയായി plan ചെയ്ത് ഈ schedule പ്രകാരമാണ്. ലഹരി കേസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ഇതൊക്കെ ചർച്ചയായി എത്രയോ പ്രാവശ്യം നിങ്ങൾ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇത്രയും വർഷമായിട്ടും എന്താ പറയുക, ഒരു നമുക്ക് ദൃശ്യമാകുന്ന തരത്തിൽ ഒരു മാറ്റം മലയാള സിനിമയിൽ ഉണ്ടാകുന്നില്ല എന്നാണ്. അത് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ന് ഫിലിം ചേംബറിന്റെ ഒക്കെ പ്രതികരണം ഞങ്ങളിതാ തിങ്കളാഴ്ച മുതൽ ശക്തമായ പ്രതികരണം എടുക്കുന്നു, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ, വളരെ ശക്തമായ നടപടിയിലേക്ക് പോകുന്നു എന്നാണ്. അതൊക്കെ വാക്കുകളിൽ ഒതുങ്ങി പോകുന്നതാണ് നമ്മൾ ഈ കാലം അത്രയും കണ്ടിട്ടുള്ളത്. ഈ ചോദ്യം നിങ്ങൾ അവരോടൊക്കെ തന്നെയല്ലേ ചോദിക്കേണ്ടത്. പിന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ പറയുക, എവ്രിബഡി ഹാസ് ടു വർക്ക് ടുഗദർ. നമ്മൾ ഒരു രീതിയിലുള്ളൊരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുമെങ്കിൽ എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്യാൻ തന്നെ വേണം. ഇപ്പൊ ഞങ്ങളിത് എത്ര കാലമായി പറയുന്ന ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. ഇല്ലെങ്കിൽ ഇത് ഒരാളെ ശിക്ഷിച്ചുകൊണ്ട് അതുകൊണ്ട് നാട് നന്നാവോ? ഇല്ല. ഇതൊരു പ്രൊഫഷണൽ സ്പേസ് ആണെന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം വേണം. ഓക്കെ, പിന്നെ ക്രിയേറ്റീവ് ഫ്രീഡം എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു എക്സ്റ്റെൻഡ് ടു ലീഗൽ ഇഷ്യൂസ് വേർ ഒരാളുടെ ഫ്രീഡം തീരുന്നിടത്ത് ആണ് മറ്റൊരാളുടെ തുടങ്ങുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതിപ്പോ ഒരാളുടെ ഒരു ഫ്രീഡം കാരണം മറ്റുള്ള എത്ര ആൾക്കാർക്കാണ് ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പൊ ആ ഒരു പ്രൊഫഷണൽ സ്പേസ് ആണ്. ആ പ്രൊഫഷണൽ സ്പേസിൽ വേണ്ട രീതിയിൽ തന്നെ ഇത് കൊണ്ടു നടത്തണം. ഒരു കാര്യം കാണാതെ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ പലതും കണ്ണടയ്ക്കേണ്ടി വരും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ശരിക്കും തുറന്ന് എല്ലാം അഡ്രസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഇത് ഒരു ചിലവർക്ക് ഇപ്പൊ താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം അത് പ്രശ്നമാണെന്ന് പറയാ, ബാക്കിയൊക്കെ പ്രശ്നമല്ല എന്ന് പറയാ, അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് നിങ്ങൾ WCCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് CCC എന്ന് പറഞ്ഞൊരു കോഡ് ഓഫ് കോണ്ടക്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പബ്ലിക്കായിട്ട് ഞങ്ങൾ വി ഹാവ് ഇൻവൈറ്റഡ് ആൻഡ് സെഡ് എല്ലാവരും അതിലേക്ക് ഇൻപുട്സ് തരും, അത് ചർച്ച ചെയ്യൂ. നമുക്ക് അതിൽ തന്നെ വേണമെന്നില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും തമ്മിൽ എൻഗേജ് ചെയ്തിട്ട് ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു സ്റ്റെപ്പ്. ഇപ്പൊ അത് ചെയ്യേണ്ട ഒരു സമയമാണ്. അതിന് ഇങ്ങനെ ഒരു പെൺകുട്ടി വന്ന് കംപ്ലൈന്റ് ചെയ്താൽ മാത്രമേ അതിന് ആക്ഷൻ എടുക്കുന്നു, അങ്ങനെയല്ല വേണ്ടത്. അതിന് അങ്ങനെ ഉണ്ടാവാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. ശരിയാണ്. പ്രശ്നം ഉണ്ടായ ശേഷമല്ല, പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള കൂട്ടായ പരിശ്രമമാണ് വേണ്ടത്. ഇതിൽ വളരെ ശ്രീമതി അഞ്ജലി മേനോൻ പ്രതികരണം അറിയിച്ചതിന്